ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു സന്തോഷം പങ്കുവെക്കുന്ന ഒരു ആദരസൂചകമായിട്ടുള്ള ഒരു ചിത്രം ഞാൻ സമൂഹവുമായി പങ്കുവെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചിത്രത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ നുകരാൻ സാധിച്ച അനേകം വ്യക്തികൾ എന്നോട് തിരിച്ച് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നി. ഒപ്പം കുറച്ചധികം പെൺകുട്ടികളും വനിതകളൊക്കെ എന്നോട് എഴുതിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ ഇപ്പോഴും അവരവരുടെ ഇത്തരത്തിലുള്ള വളരെ സ്വാഭാവികമായി അവർക്ക് വരുന്ന വികാരങ്ങൾ പോലും സമൂഹത്തിൽ തുറന്ന് പ്രകടിപ്പിക്കാൻ ഇന്നും ശങ്കിച്ച് നിൽക്കുന്ന ഒരവസ്ഥ സമൂഹത്തിലുണ്ടോ, അപ്പോൾ അതിന് ഒരു കൺതുറപ്പിക്കലായിരുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും മനസ്സിനെ തൊടുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയാണ്. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഒരു അകലം നികത്താനായിട്ട് നമുക്ക് ശരിക്കും സ്നേഹത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള നിർമ്മിതികൾ പലതും ഉണ്ട് സമൂഹത്തിൽ. മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിക്കാനും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിവേചനം സൃഷ്ടിക്കുവാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നോക്കേണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരുപാട് തത്വത്തിലേക്ക് പോകുന്നില്ല. വളരെ എന്താ പറയുക, രസകരമായിട്ട് ഈ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും വാട്സാപ്പിൽ ഇപ്പോൾ ഒരുപാട് ഈ ഫോർവേഡുകൾ വരാറുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഫോർവേഡ് പലർക്കും, നിങ്ങളും പലരും കണ്ടു കാണും. ഒരു കൈവര ചിത്രത്തിലൂടെ ഒരു കാർട്ടൂൺ എന്ന പോലെ വരുന്ന ഒരു ഇല്ലസ്ട്രേഷനാണത്. ദ ബിഗ് പാൻഡ ആൻഡ് ദ ടൈനി ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടൊരു സീരീസിലുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ബിഗ് പാൻഡ ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യമാണ്, വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ദ ജേർണി ഓർ ദ ഡെസ്റ്റിനേഷൻ എന്ന്. അതിന് ഉത്തരമായിട്ട് ദ ടൈനി ഡ്രാഗൺ പറയുന്നതായിട്ട് അതിൽ പറയുന്നത് ദ കമ്പനി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ അത് ഏതൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെങ്കിലും നമ്മളാരും ഒറ്റയ്ക്കല്ല ഒന്നും ചെയ്യുന്നതും ഒന്നും വെട്ടിപ്പിടിക്കുന്നതും ഒന്നും നേടുന്നതും ഒന്നും തേടുന്നതും ഒന്നും ഒറ്റയ്ക്കല്ല. അപ്പോൾ ഒപ്പമുള്ള നമ്മുടെ ടീമിൽ ഒപ്പമുള്ള നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയെയും ചേർത്ത് പിടിക്കുക, അവരുടെയും നമ്മളുടെയും ഒക്കെ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചലനങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് മാത്രമാണത്. അതൊന്ന് എന്താ പറയുക, വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യന് തോന്നുന്ന രീതിയിൽ പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമാണുള്ളത്. അതിപ്പോൾ ഈ പറഞ്ഞ അന്ന് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അനന്തു അത് എടുക്കുകയും അത് എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു നിമിഷത്തെ പുനർജീവിക്കാൻ എനിക്ക് ആ ചിത്രത്തിലൂടെ വീണ്ടും വീണ്ടും കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഒരു മായാത്ത ഓർമ്മയായിട്ട് അങ്ങനെ നിൽക്കുവാനും പങ്കുവെക്കുവാനും ഒക്കെ സാധിച്ചത്. അപ്പം അതേ സമയത്ത് തന്നെ ശരിക്കും അതിന് തൊട്ട് മുൻപ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വണങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അത് ചിത്രം എടുക്കാനുള്ളൊരു ഒരു തയ്യാറെടുപ്പ് അവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം ഇതെല്ലാം തന്നെ എന്തിനാണ് പുറത്ത് പറയുന്നത് എന്ന് എന്നോട് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം പുറത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റതും കൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പം ആ ചിത്രമായിരുന്നു പങ്കുവെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ പ്രശ്നം വരുമായിരുന്നു. പ്രോട്ടോക്കോളാണല്ലോ, ഉദ്യോഗസ്ഥ പിന്നെ രാഷ്ട്രീയ തലവന് മുന്നിൽ വണങ്ങി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു പ്രശ്നം വരുമായിരുന്നു. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ടായാലും അങ്ങോട്ടായാലും ഒക്കെ എല്ലാത്തിലും നമുക്ക് സങ്കീർണതകൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ മുഖമൂടികളൊക്കെ ഒന്ന് എടുത്തു മാറ്റിയാൽ രണ്ടു മനുഷ്യർ ഒരുമിച്ച് പ്രവർത്തിച്ച രണ്ടു മനുഷ്യർ, അത് പ്രത്യേകിച്ചും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാറിനോടൊപ്പം അവിടെ ആദിവാസി കുടുംബങ്ങളുടെ ഇടയിൽ നടത്തിയ യാത്രകളും അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ തിരിച്ചറിവുകളും ജീവിത പാഠങ്ങളും ഒക്കെ വളരെ അമൂല്യമായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യാത്രയിലെ ഒരു സഹയാത്രികൻ എന്നുള്ള ഒരു മുഖവും കൂടി അതിനുണ്ട് ശരിക്കും. അത് ഒട്ടും ആദരവ് കുറയ്ക്കുകയോ
അല്ല സ്നേഹം കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു പദമല്ല എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. നമ്മളെപ്പോഴും ഏതൊരു ഉദ്യമത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനുള്ള ഒരു മഹത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് തോന്നിയത്. ആ ഒരു വിശാലത അദ്ദേഹത്തിനില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ മഹത്വം അദ്ദേഹത്തിനില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ചെയ്യുവാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മളും എടുക്കില്ല എപ്പോഴും. അപ്പോൾ അത്തരത്തിലുള്ള വിനിമയങ്ങൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വളരെ കൂലംകുഷമായി ഇപ്പോൾ ചെയ്യുന്നത് പോലെ, ഞാനുൾപ്പെടെ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ നമ്മളതിനെ വിശകലനം ചെയ്യാൻ നിന്നാൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു മനുഷ്യനെ നമ്മൾ തിരിച്ചറിയും. അത്രയേ ഉള്ളൂ. അതിലുപരിയായിട്ട് അതിന് മറ്റൊരു തലം കൽപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ ഇത്രയും അധികം സമൂഹത്തിൽ അത് ചർച്ച ആവുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് എല്ലാവരും അവരവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള നമ്മുടെ സ്വന്തം വികാരങ്ങളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ വിനിമയങ്ങളുമൊക്കെ എത്രമാത്രമാണ് നമ്മൾ അടക്കി പിടിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവിലേക്കും കൂടെ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നിയിട്ട് എനിക്കന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അതിന് പകരം ഞാൻ ഇന്നതാണല്ലോ ചെയ്തത് എന്നൊക്കെ എന്നോട് തുറന്നു പറയുന്ന എനിക്കറിയാത്ത ഒരുപാട് വ്യക്തികൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ മനുഷ്യന് സ്വാഭാവികമായി ജൈവികമായി വരുന്ന നന്മയുടെ വികാരങ്ങൾ തീർച്ചയായിട്ടും പരസ്പരം വിനിമയം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും ഒരാഗ്രഹം. വളരെ പക്വതയില്ലാത്ത ഒരു വിമർശനമാണ് അല്ലെങ്കിൽ ഒരു വിശകലനമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അതാ ഞാൻ പറഞ്ഞ ഈ മുഖപടങ്ങളെല്ലാം എടുത്തു മാറ്റുമ്പോൾ മനുഷ്യർ പച്ചയായ മനുഷ്യർ മാത്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. അത് പലരുടെയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലർക്ക് അവരെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ചിലർക്ക് അവരുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആത്മാർത്ഥമായി ജീവിതത്തെ സ്നേഹിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും. ആ മുഖപടങ്ങൾക്ക് അതീതമാണ് മനുഷ്യബന്ധങ്ങൾ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലവും കുടുംബവും ഒക്കെ തന്നെ മനുഷ്യരെ മനുഷ്യരായി കാണുവാനും സ്നേഹബന്ധങ്ങൾ പുലർത്തുവാനും പ്രാപ്തരാക്കിയ ഒരു ബാല്യകാലമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിലുപരിയായി ഒരു പക്ഷേ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും കുട്ടിക്കാലത്തുണ്ടാകുന്ന അനുഭവങ്ങൾ സാർത്ഥകമാകുന്നത് മറ്റേതെങ്കിലും ഒരു തിരിച്ചറിവിലൂടെയോ മറ്റേതെങ്കിലും ഒരു അനുഭവത്തിലൂടെയോ ആയിരിക്കും. ആ സമയത്ത് അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവാറില്ല. ബാല്യകാലത്തുള്ള അനുഭവങ്ങളുടെ ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായത് ശരിക്കും ഞാൻ MBBS പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ CMC വെല്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതിനുശേഷം ഞാനവിടെ ന്യൂറോ സർജറിയിലായിരുന്നു, CMC വെല്ലൂരിൽ തന്നെ. അപ്പോൾ ആ സമയത്ത് ന്യൂറോ സർജറിയിൽ സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി ന്യൂറോ സർജറി എന്ന് പറയുമ്പോൾ ഒരുപാട് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അതിൽ വ്രണപ്പെട്ടിട്ടുള്ള വ്യക്തികളെ ചികിത്സിക്കേണ്ടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ നൈറ്റ് ഷിഫ്റ്റ് എന്നും എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഏകദേശം. അപ്പോൾ അങ്ങനെ കാഷ്വാലിറ്റിയിൽ നിൽക്കുമ്പോൾ എമർജൻസി മെഡിസിനിൽ അത്യാഹിത വിഭാഗത്തിൽ നമ്മൾ ആശുപത്രിയിൽ നിൽക്കുന്ന സമയങ്ങളിൽ ഒരു വ്യക്തി ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട് എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഇപ്പം രക്തം വാർന്നൊലിക്കുന്ന ഒരു ഹെഡ് ഇഞ്ചുറിയായി ഒരു മനുഷ്യൻ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ, എൻ്റെ കൈകളിലേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവൻ മാത്രമാണ് എനിക്ക് പ്രധാനം. അവിടെ അദ്ദേഹം കള്ളനാണോ പോലീസാണോ, ഏത് മതമാണ്, ഏത് ജാതിയാണ്, ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്, എന്താണ് അദ്ദേഹം ജീവിതത്തിൽ നേടിയിട്ടുള്ളത്, എന്താണ് അദ്ദേഹം തേടിയിട്ടുള്ളത്, ഇതൊന്നും നമുക്ക് നമ്മുടെ ചിന്തയുടെ ഒരു അയൽപക്കത്ത് പോലും ഇതൊന്നും പോവില്ല. ആ ഒരു സമയത്ത് നമുക്ക് ആ മനുഷ്യൻ മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ജീവൻ മാത്രമാണ് പ്രധാനം. അതിനോടൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ മനുഷ്യന് വേണ്ടി വിലപിക്കുന്ന ഒരു ഭാര്യയോ അമ്മയോ മകനോ മകളോ അച്ഛനോ കൂടെ കാണും. അവരുടെ കണ്ണീരും ഈ മനുഷ്യന് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ ആ സമയത്ത്. ശരിക്കും അങ്ങനെ ആ അനുഭവങ്ങൾ ശരിക്കും ഞാൻ ഈ പറഞ്ഞ ബാല്യകാലമാണെങ്കിലും അതുവരെ ജീവിച്ച ജീവിതത്തിനെയും ഒക്കെ സാർത്ഥകമാക്കുന്ന അല്ലെങ്കിൽ അതിലൊരു തിരിച്ചറിവ് നൽകിയ അനുഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു. അത് നമുക്ക് ഏതൊരു ഘട്ടത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ അതിങ്ങനെ ഒരു വഴിവിളക്കായിട്ട് എപ്പോഴും നിൽക്കും.
അത്ര വേദന നൽകിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഡോക്ടറായ സേവനം അനുഷ്ഠിക്കുമ്പോൾ. ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളിലൂടെ സ്വയം അർപ്പിക്കുവാനും അവരുടെ ജീവിതങ്ങൾ ജീവിക്കുവാനും ഒക്കെയുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഈ ഒരു കണ്ണീരിൻ്റെ സമാനത എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. ലോകത്തെ ഏത് ഭാഗത്തുള്ള ഏത് പ്രായമുള്ള മനുഷ്യനായാലും നമ്മളീ പറയുന്ന എന്ത് വിവേചനം എടുത്തു നോക്കിയാൽ ഈ പറഞ്ഞ മുഖപടങ്ങളെല്ലാം മാറ്റുമ്പോൾ കണ്ണീരിൻ്റെ സമാനത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതായിരുന്നു ഏറ്റവും വലിയ തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോ തവണ ഓരോ മനുഷ്യനെ കാണുമ്പോഴും ഈ ചിരിയും സന്തോഷവും സ്നേഹവും കണ്ണീരും എല്ലാം എല്ലാവർക്കും പരസ്പരം ഒരേപോലെ ജൈവികമായി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ ആശ്ലേഷിക്കുന്നു അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു, ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാൻ കരയാറുണ്ട്. ഞാൻ പിന്നെ മന്ത്രിമാരുടെ മുന്നിൽ കരഞ്ഞിട്ടുള്ള അനുഭവങ്ങളും അപ്പോൾ എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മളുമായിട്ട് ഇടപഴകുമ്പോൾ, നമ്മളുമായിട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ മനുഷ്യർക്കത് തിരിച്ചറിയാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് എപ്പോഴും.